നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂകാറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നായേക്കാൾ യോഗ്യനായ ഒരു ജീവിയാണോ മനുഷ്യൻ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും അത്ഭുതപ്പെടും, അല്ലെങ്കിൽ ഉടൻ തന്നെ ചോദിക്കും, പിന്നെ മനുഷ്യൻ നായേക്കാൾ യോഗ്യനല്ലേ എന്ന്. നിങ്ങൾ മനുഷ്യനേക്കാൾ യോഗ്യതക്കുറവ് നായയിൽ എന്താണ് കണ്ടത് എന്നൊരു ചോദ്യമാണ് എനിക്കതിന് നിങ്ങളോട് ചോദിക്കണം. മനുഷ്യനേക്കാൾ യോഗ്യതക്കുറവ് നായക്ക് നിങ്ങളെന്താണ് കണ്ടത്? നമുക്കറിയാം, നായ നമ്മുടെ വീട്ടിൽ വളർത്തുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നായ വളർത്തുമ്പോൾ നായയുടെ യജമാനൻ ആരാണ്? നമ്മളാണ്. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നായക്കൊരു യജമാനനായിട്ട് നിങ്ങളാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യജമാനനായിട്ട് ആരായിരിക്കും? മനസ്സിലായില്ലേ? നായക്ക് ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ യജമാനൻ എന്നതിൻ്റെ അപ്പുറത്തേക്ക് നായക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല, എഫിഷ്യൻസി ഇല്ല. പക്ഷേ മനുഷ്യന് ചിന്തിക്കാനുള്ള എഫിഷ്യൻസി ഉണ്ട്. അതായത് നായേക്കാളുണ്ട്. മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ചിന്തിക്കുമ്പോൾ മനുഷ്യനൊരു കാര്യം മനസ്സിലാവും, ആ മനുഷ്യന് യജമാനനായിട്ട് ഒരാളുണ്ടോ? ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഉണ്ട് എന്നാണെങ്കിൽ അത് ദൈവമായിരിക്കും. അല്ലാതെ നായ അവിടെ കൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ യജമാനായിട്ട് നായനെ സ്ഥാപിക്കാൻ പറ്റുമോ? നമ്മളിന്ന് ഭൂമിയിൽ കാണുന്ന ഒരു ജീവിയെയും നമ്മുടെ യജമാനായിട്ട് സ്ഥാപിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ ഏറ്റവും യോഗ്യനായത് മനുഷ്യനാണ്. പക്ഷെ ആ മനുഷ്യന് നായയുടെ അത്രയും ബുദ്ധി കാണിക്കുന്നില്ല. അവിടെയാണ് നായക്ക് നമ്മേക്കാൾ എന്ത് യോഗ്യത കുറവാണ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചു. ഇനി മറ്റൊന്ന്, മനുഷ്യൻ സ്വന്തം അമ്മയെ കുത്തി കൊലപ്പെടുത്തുന്നു. നായ അത് ചെയ്യുന്നില്ല. മനുഷ്യൻ സ്വന്തം ഭാര്യയെ കൂട്ടിക്കൊടുക്കുന്നു. നായ അത് ചെയ്യുന്നില്ല. മനുഷ്യൻ സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നു, അപമാനിക്കുന്നു. നായ അത് ചെയ്യുന്നില്ല. മനുഷ്യനെ വിൽക്കുന്നു. നായ അത് ചെയ്യുന്നില്ല. മനുഷ്യൻ മറ്റു മനുഷ്യരുടെ സമ്പാദ്യം കവരുന്നു. നായ അത് ചെയ്യുന്നില്ല. മനുഷ്യൻ സ്വന്തം കൂടപ്പിറപ്പുകളെ ഉപദ്രവിക്കുകയും പെങ്ങന്മാരെ മുതൽ ഗർഭിണിയാക്കുകയും ചെയ്യുന്നു. നായ അത് ചെയ്യുന്നില്ല. നായക്ക് അങ്ങനെ ഒരു നിയമവുമില്ല. അതായത് നായക്ക് പെങ്ങന്മാർ അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാർ, അച്ഛനമ്മ എന്ന ഒരു നിഗമനമോ ഒരു സെറ്റപ്പോ ഇല്ലല്ലോ. മനുഷ്യനാണല്ലോ ഇതെല്ലാം ഉണ്ടാക്കിയുള്ളത്. പക്ഷേ അപ്പോൾ ഈ നായേക്കാൾ ഒട്ടും യോഗ്യത മനുഷ്യനില്ല. ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ മുമ്പിൽ. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ ജീവികളും ദൈവത്തിന് തുല്യരത്രേ. അപ്പോൾ അതാണ് പറഞ്ഞത്, നായേക്കാൾ നായ അല്ലെങ്കിൽ ഒരു ചേട്ട പോലത്തെ നായ എന്നതോട് ഒരു മനുഷ്യനെ ഉപമിക്കുമ്പോൾ യാതൊരു ഇതുമില്ല. അതായത് ആ നായയുടെ യോഗ്യത പോലും ഇന്നുള്ള മനുഷ്യർക്കില്ല
എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഈ നൽകുന്ന സന്ദേശം. നമ്മൾക്ക് യോഗ്യത ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്നറിയും? നായേക്കാൾ യോഗ്യനായി മാറാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നായ എന്ന പൊസിഷനിൽ നിന്ന് നമ്മൾക്ക് മാറാൻ സാധിക്കൂ. അതിന് നമുക്ക് വിദ്യാഭ്യാസമുണ്ട്. ആ വിദ്യാഭ്യാസം നമ്മൾ വിനിയോഗിക്കണം. നമുക്ക് സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മൾ വിനിയോഗിക്കണം. തത്വരാൻ നമ്മൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ മറ്റു ഇതര ജീവികളെക്കാൾ ബുദ്ധി കൂടുതലുള്ള മനുഷ്യനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ ജീവിക്കുക. നമ്മൾ മൃഗത്തേക്കാൾ അധപതിച്ച് ജീവിക്കുമ്പോൾ മൃഗത്തിൻ്റെ യോഗ്യത പോലും നമ്മൾക്ക് സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിൽ അവകാശപ്പെടാനോ സാധ്യമല്ല. അങ്ങനെ ഒരു പറ്റം മനുഷ്യജീവികൾ ഒരു കൺട്രിയിൽ മാത്രമല്ല, ലോകം മുഴുവൻ നായേക്കാൾ വിദ്യാഭ്യാസമില്ലാത്ത രീതിയിൽ പെരുമാറുന്ന അനേകം ജീവികളായി മാറുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഈ ആധുനിക കാലഘട്ടം മനുഷ്യന് സമ്മാനിച്ചത് ഇതാണ്. ഇവിടെ അമ്മയുമില്ല, പെങ്ങളുമില്ല, ജ്യേഷ്ഠനുമില്ല, അല്ലെങ്കിൽ അനുജനുമില്ല, സമൂഹവുമില്ല, ദൈവവുമില്ല, മൃഗവുമില്ല എന്നിത്യാദി ഒരുയാതി വികൃതമായ രൂപത്തിൽ നമ്മൾക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തെയും നമ്മൾക്ക് കിട്ടിയ വിജ്ഞാനത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ അങ്ങനെ ജൈത്രയാത്ര തുടരുകയാണ് ഇവിടെ. എന്നിട്ട് മനുഷ്യൻ അവകാശപ്പെടുന്നതോ, ഞാൻ മറ്റുള്ള ഇതര ജീവികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനാണ്, സംസ്കാര സമ്പന്നനാണ്. എന്താണ് ഈ നായേക്കാൾ നിങ്ങൾക്കുള്ള സംസ്കാരം എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. അമ്പലം പൊളിക്കുന്നു, പള്ളി പൊളിക്കുന്നു, മതങ്ങൾ നിലനിർത്തുന്നവരെ നിന്ദിക്കുന്നു, മനുഷ്യനെ കൊന്നുകൂട്ടുന്നു, കഞ്ചാവ് വിൽക്കുന്നു, കള്ളക്കടത്ത് ചെയ്യുന്നു, മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള എത്രയോ വൃത്തികെട്ട പെരുമാറ്റങ്ങൾ മുഴുവൻ ചെയ്യുന്നതൊന്നും നായ ചെയ്യുന്നില്ല. നായ എന്ന് മാത്രമല്ല, ഒരു ജീവിയും ചെയ്യുന്നില്ല. ഈ ഭൂമി കീഴ്മേൽ മറിക്കത്തക്ക വിധത്തിലുള്ള ഭൂമിയെ പരാക്രമം ചെയ്ത് ഭൂമിയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ എന്ന ജീവി എന്തുകൊണ്ട് നായേക്കാൾ യോഗ്യനാകുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരിക്കലുമല്ല കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ നല്ലത് നായയാണ്. അതിനതിൻ്റേതായ വിദ്യാഭ്യാസമുണ്ട്, അതിന് സ്നേഹമുണ്ട്, അതിന് ഓർമ്മശക്തിയുണ്ട്, അത് നിങ്ങളോട് നന്ദിയും കൂറും കാണിക്കുന്നതാണ്. എന്നിരിക്കെ നായക്ക് നമ്മേക്കാൾ യോഗ്യത കുറവ് ഒന്നും തന്നെയില്ല എന്നാണ് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അത് ഒരിക്കലും എവിടെയും ദൈവം പറഞ്ഞിട്ടില്ല. ഞാനുണ്ടാക്കിയ ഓരോ ജീവികളും അതിൻ്റേതായ ധർമ്മം ചെയ്യുമ്പോൾ മനുഷ്യൻ മാത്രം അവൻ്റെ ധർമ്മം മറന്നുപോവുകയും അത് അവൻ്റെ ശക്തിയും അവൻ്റെ ഓജസ്സും അവൻ്റെ ധനവും ഒക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ചിലവഴിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഞാൻ നിൻ്റെ സമയവും ഞാൻ നിനക്ക് തന്ന ധനവും ഞാൻ നിനക്ക് തന്ന ശക്തിയും ഒക്കെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്ന ഒരു ദിവസം ഞാൻ അവന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക തത്വജ്ഞാനം. അപ്പോൾ ഇവിടെ ഇസ്ലാമിക തത്വജ്ഞാനം പറയാനല്ല ഞാനിത് പറഞ്ഞത്. മനുഷ്യനേക്കാൾ നായക്ക് യോഗ്യതക്കുറവുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിലൊരു ഗുണപാഠമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാത്തവരെയും നമ്മൾ നേർവഴിക്ക് നയിക്കേണ്ടതാണ് നമ്മളുടെ ചുമതല കൂടിയാണ്. അപ്പോൾ നാം മനുഷ്യരാകുന്നു. നാം മറ്റുള്ള മനുഷ്യർക്ക് നന്മ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ കുടുംബം തകർക്കുന്ന രീതിയിലോ ഒന്നും തന്നെ പെരുമാറാൻ പാടില്ല എന്നുള്ള വിദ്യാഭ്യാസം മക്കൾക്ക് നമ്മൾ നൽകണം. ഇപ്പോൾ കഷ്ടകാലമെന്ന് പറയട്ടെ, വിദ്യാഭ്യാസമുള്ളവരാണ് ഏറ്റവും കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അത്തരം വിഷയങ്ങളെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാം.
ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, അതുപോലെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു വീഡിയോയിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.